KSRTC-യിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ മാനദണ്ഡങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ അടുത്ത ഘട്ടമായി യാത്രാ സൗകര്യം അനുവദിക്കുമെന്നും പ്രഖ്യാപിച്ചേക്കും. വിവരങ്ങളുമായി ശ്രീത്ത്, ഇന്നലെ മന്ത്രി പറഞ്ഞത് ഞാൻ ഓർഡിനറി എന്നോ അല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ കൺഫ്യൂഷനായി, ഇനി ഓർഡിനറി മാത്രമല്ല എന്നുള്ള കാര്യം. അപ്പൊ അക്കാര്യത്തിൽ വ്യക്തത എന്താണ്? ഇന്ന് തന്നെ ഒരു ഫൈനൽ തീരുമാനം ആവശ്യപ്പെട്ട കാര്യം 15-ാം തീയതി മുതൽ നടപ്പാക്കണമല്ലോ. ഗുഡ് മോർണിംഗ് ശ്രീത്ത്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. 15-ാം തീയതി മുതൽ KSRTC ബസ്സുകൾ സ്ത്രീകളുടെ സൗജന്യ യാത്ര അനുവദിക്കണമെങ്കിൽ അതിനു മുമ്പ് മാനദണ്ഡങ്ങൾ മന്ത്രിസഭായോഗം ചേർന്ന് നിശ്ചയിച്ചേ മതിയാകൂ. നയപരമായ തീരുമാനമെടുക്കേണ്ട മന്ത്രിസഭായോഗത്തിൽ ഇന്ന് ഈ KSRTC-യിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിയും മന്ത്രി CP ജോണും മുഖ്യമന്ത്രി VD സതീശനുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ തയ്യാറാക്കി മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ KSRTC ബസ്സുകളിലെ ഓർഡിനറി ബസ്സുകളിലായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ഗതാഗത മന്ത്രി CP ജോൺ താൻ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലായിരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ മാറ്റമുണ്ടാക്കാം. എന്നാൽ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടായിരിക്കില്ല. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയെന്നോ അല്ലെങ്കിൽ മുകളിലെന്നോ വരുമാന പരിധിയെന്നോ അത്തരത്തിലുള്ള ഒരു മാനദണ്ഡം ഉണ്ടാവില്ല. എല്ലാത്തരം സ്ത്രീകൾക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ഒരുപോലെ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാനുള്ള തീരുമാനമായിരിക്കും. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ അടുത്ത ഘട്ടത്തിലായിരിക്കും യാത്രാ സൗജന്യം അനുവദിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ മാനദണ്ഡങ്ങൾ എന്താണെന്ന കാര്യമൊക്കെ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കാല വാഗ്ദാനങ്ങളിൽ ഇന്ദിരാ ഗ്യാരണ്ടികൾ ഒന്നായിരുന്നു KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. നേരത്തെ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ ഈ വാഗ്ദാനം നൽകി നടപ്പിലാക്കിയിരുന്നു. അതേ മാതൃകയിൽ ആദ്യ മന്ത്രിസഭായോഗമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. ഓക്കെ, ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നായിരുന്നു സ്ത്രീകളുടെ സൗജന്യ യാത്ര. അപ്പോൾ ഇന്നലെ മന്ത്രി CP ജോൺ പറഞ്ഞത് സ്ത്രീകൾക്കിടയിൽ മറ്റ് വേർതിരിവില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ BPL അങ്ങനൊന്നുമില്ല. സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യമാണ്. പക്ഷേ സൗജന്യം ഏതൊക്കെ ബസ്സുകളിൽ എന്നുള്ളതാണ്. ഓർഡിനറി ബസ് എന്ന് വന്നപ്പോഴേക്കും ഞാൻ ഓർഡിനറി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മന്ത്രി ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ എല്ലാം കൂടെ സൗജന്യമാക്കുകയാണെങ്കിൽ അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുമെന്ന് പ്രൈവറ്റ് ബസ്സുകളൊക്കെ വാടകയ്ക്കെടുത്ത് പ്ലാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ചില റൂട്ടുകളിൽ KSRTC-യുടെ സർവീസ് ഇല്ല. അവിടേക്ക് ഈ പ്രൈവറ്റ് ബസ് ആകുമോ ഇടുക, ഇതിലെല്ലാം ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വടക്കൻ കേരളത്തിലോട്ട് കാര്യമായി ഈ പറഞ്ഞ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണ് എന്നൊക്കെ ആൾക്കാർ ഇന്നലെ നമ്മൾ ചർച്ചയിൽ വന്നുകൊണ്ട് KL കുമാർക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അതിന് ഒരു ഫൈനൽ മാനദണ്ഡം ഉണ്ടാവും. ഒരുപക്ഷെ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ അതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയും ചെയ്തേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.